നമസ്കാരം. യുവാക്കൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ 19കാരൻ അലനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ഇനിയും വ്യക്തതയില്ല. 7 പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയെങ്കിലും തുമ്പൊന്നും കിട്ടിയില്ല. സംഭവത്തിലെ ഗൂഢാലോചനയിലും വ്യക്തതയില്ല. കൊലപാതകം നടന്ന തൈക്കാട് ശാസ്താംകോവിലിന് സമീപത്തെത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. എന്നാൽ ചോദ്യം ചെയ്യലിൽ ഇവർ പോലീസിനോട് പൂർണ്ണമായും സഹകരിക്കുന്നുമില്ല. കുത്താൻ ഉപയോഗിച്ച ആയുധവും പോലീസിന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചില്ല. കത്തി തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായെന്നാണ് അലൻ വധക്കേസിലെ മുഖ്യപ്രതി അജിൻ പറയുന്നത്. ആയുധം മനഃപൂർവ്വം മറച്ചുവെച്ച ശേഷം തെളിവ് ഇല്ലാതാക്കാനാണ് പ്രതികളുടെ ശ്രമം. തെളിവെടുപ്പിനിടെ അലനെ കുത്തിയ രീതി അജിൻ പോലീസിന് കാട്ടിക്കൊടുത്തു. എന്നാൽ തൊണ്ടി മുതൽ കണ്ടെത്താത്തത് വിനയാണ്. CCTV തെളിവുകൾ മാത്രമാണ് അന്വേഷണ സംഘത്തിനുള്ള ഏക പിടിവള്ളി. പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഞായറാഴ്ച അവസാനിക്കും. അജിൻ 27 വയസ്സ്, സന്ദീപ് ഭവനിൽ അഭിജിത്ത് 26 വയസ്സ്, കിരൺ 26 വയസ്സ്, വലിയവിള സ്വദേശി നന്ദു 27 വയസ്സ്, അഖിൽ ലാൽ 27 വയസ്സ്, സന്ദീപ് ഭവനിൽ സന്ദീപ് 27 വയസ്സ്, അഖിലേഷ് 20 വയസ്സ് എന്നിവരാണ് കേസിലെ പ്രതികൾ. കേസിലെ 5 പ്രതികൾ കോടതിയിലാണ് കീഴടങ്ങിയത്. തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. വധശ്രമം ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിൽ പ്രതിയും മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിലുള്ള ആളുമാണ് മുഖ്യപ്രതിയായ അജിൻ. കൊലപാതക കേസിലെ മുഖ്യ ആസൂത്രകനായ +2 വിദ്യാർത്ഥിക്കായി തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. പ്രായപൂർത്തിയാകാത്തതിനാൽ ജഗതി സ്വദേശിയായ 16കാരനെ പൂജപ്പുര ഒബ്സർവേഷൻ ഹോമിൽ പാർപ്പിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച വൈകിട്ട് 5-നാണ് തൈക്കാട് ശാസ്താ ക്ഷേത്രത്തിന് സമീപം തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷൻ തോപ്പിൽ D47-ൽ സുവിശേഷ വിദ്യാർത്ഥി അലനെ സംഘം ചേർന്ന് മർദ്ദിച്ച ശേഷം കുത്തിക്കൊലപ്പെടുത്തിയത്. അലന് 19 വയസ്സ് മാത്രമായിരുന്നു പ്രായം. വധശ്രമം ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിൽ പ്രതിയും മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിലുമുള്ള മുഖ്യപ്രതി അജിനാണ് അലനെ കുത്തിക്കൊന്നത്. സന്ദീപ് കാപ്പ കേസ് പ്രതിയാണ്. സംഘർഷത്തിനിടെ അലനെ കത്തികൊണ്ട് തന്നെയാണ് കുത്തിയതെന്ന് അലന്റെ സുഹൃത്തുക്കൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. കമ്പി കൊണ്ടുള്ള ആയുധം എന്നാണ് മുൻപ് കരുതിയിരുന്നത്. അജിൻ കത്തി കൊണ്ട് നടക്കുന്നയാളാണെന്നാണ് പോലീസ് പറയുന്നത്. പ്രായപൂർത്തിയാവാതെ 16 വയസ്സുകാരനാണ് അലനെ മർദ്ദിക്കാൻ ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്തത്. തമ്പാനൂർ തോപ്പിൽ വഴയ്ക്ക് താമസിക്കുന്ന അലനെ ഒരു സംഘം ആളുകൾ കുത്തിക്കൊല്ലുകയായിരുന്നു. തൈക്കാട് ഗ്രൗണ്ടിൽ നടന്ന ഫുട്ബോൾ മാച്ചിനിടെ അലന്റെ സംഘവും മറ്റൊരു സംഘവും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇത് സംഘർഷത്തിലേക്ക് നീങ്ങുകയും സംഘർഷത്തിനിടെ അലൻ കൊല്ലപ്പെടുകയുമായിരുന്നു. അക്രമകാരികൾ ഹെൽമറ്റ് കൊണ്ട് അലന്റെ തലയിൽ ഇടിച്ചെന്നും കത്തികൊണ്ട് നെഞ്ചിൽ കുത്തിയെന്നും ദൃക്സാക്ഷികൾ പോലീസിനെ അറിയിച്ചു. നഗരത്തിൽ 1 മാസമായി തുടരുന്ന സംഘർഷമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് റിപ്പോർട്ട്. ഇവർ 1 മാസത്തിനിടെ പലതവണ ഇതേ സ്ഥലത്ത് അലന്റെ സംഘവുമായി ഏറ്റുമുട്ടിയിരുന്നു. കമ്മീഷണർ ഓഫീസിന് തൊട്ടടുത്ത് വെച്ചായിരുന്നു സംഘർഷം നടന്നത്. എന്നാൽ ഇത് തടയാൻ പോലീസിന് സാധിക്കാതെ വന്നത് ക്രമസമാധാന പരിപാലനത്തെക്കുറിച്ചുള്ള ആശങ്കയും ഉയർത്തിയിരുന്നു. എന്തായാലും കൊലപാതകം നടന്ന 1 മാസം മുൻപ് 2 പ്രാദേശിക ക്ലബ്ബുകളുടെ ഫുട്ബോൾ മത്സരത്തിലുണ്ടായ തർക്കം അതാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. തൈക്കാട് മോഡൽ സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു രാജാജി നഗർ ജഗതി ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരം. തർക്കത്തെ തുടർന്ന് പല ദിവസങ്ങളിലും സംഘർഷം തുടർന്നു. ഒടുക്കം അത് അലന്റെ മരണത്തിൽ കലാശിക്കുകയായിരുന്നു.